Morning. Good morning. Good morning, Miss. Morning. സുഖാണോ എല്ലാവർക്കും? സുഖാണല്ലേ? പഠിച്ചോ? കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത് പഠിച്ചോ? വായിച്ചു നോക്കിയിട്ടുണ്ടോ? പഠിച്ചു. വായിച്ചു നോക്കിയോ ഒന്ന്? കഴിഞ്ഞ ക്ലാസ്സിലെടുത്തൊന്ന് വായിച്ചു നോക്കട്ടാ. താങ്ക് യു നീതു. വായിച്ചു നോക്കിയാ? താങ്ക് യു. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കിട്ടെ. എന്താണ് റെഫേർഡ് ഔട്ട് പേഷ്യൻസ്? എന്താണ് റെഫേർഡ് ഔട്ട് പേഷ്യൻസ്? റോഷ്മി അജാസ് റോഷ്മി അജാസ് എന്ന് പറഞ്ഞേ. അത് ഒരു ഡോക്ടർ മറ്റൊരു ഇപ്പം നമ്മുടെ വേറൊരു രോഗത്തിന് റെഫർ ചെയ്യുമല്ലോ, അതിനാണ് റെഫർ ടു ഔട്ട് പേഷ്യൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ മോളെ. ഇനി next question. What do you mean by general problems? ഏതൊക്കെയാണ്? ഡയാന എന്ന് പറഞ്ഞേ. പറഞ്ഞു മോളെ. ജനറൽ പ്രോബ്ലം. ആദ്യമായിട്ട് ഡോക്ടർമാർ ആവശ്യത്തിന് ഇല്ലാത്ത വരുന്നൊരവസ്ഥ, പിന്നെ പ്രോപ്പർ അല്ലാത്ത രീതിയിൽ അപ്പോയിന്റ്മെന്റ് അല്ലെങ്കിൽ ക്ലിയർ ആവില്ല, പറഞ്ഞോ. പ്രോപ്പർ അല്ലാത്ത അപ്പോയിന്റ്മെന്റ് സിസ്റ്റം, പിന്നെ രോഗികളെ അധികം വെയിറ്റ് ചെയ്യിപ്പിക്കാതിരിക്കുക മെഡിസിൻ റൂമില്, ലോങ് വെയിറ്റിംഗ് ആയിരിക്കണം, പിന്നെ ഫാർമസിയിൽ തിരക്ക് അനുഭവപ്പെടാൻ പാടില്ല, പിന്നെ ഷോർട്ടേജ് ഫെസിലിറ്റീസ്, പിന്നെ മെഡിക്കൽ സ്റ്റാഫിന് മതിയായ രീതിയിൽ ട്രെയിനിങ് കിട്ടാത്ത അവസ്ഥ, പിന്നെ മതിയായ രീതിയിൽ കെയർ കൊടുക്കാതിരിക്കുക, അതായത് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാതിരിക്കുക, പേഷ്യൻസുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാതെ
എല്ലാ പേഷ്യൻസിനെയും നമ്മൾ കേൾക്കുന്നുണ്ടോ എന്നൊരു അവസ്ഥ അത് വരുത്തുക. പിന്നെ ട്രഡീഷണൽ കെയറിന് മുൻഗണന കൊടുക്കുന്നത്, പിന്നെ ചേഞ്ച് ആവാനായിട്ട് തയ്യാറാവാത്തൊരവസ്ഥ. ഓക്കെ മോളെ, വെരി ഗുഡ്. ക്ലിയർ ആയി ഇത്രയും പോർഷൻസ്? ചാപ്റ്റർ ഔട്ട് പേഷ്യന്റ് ചാപ്റ്റർ 6 ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് മ്യൂട്ട് ചെയ്യണേ കേട്ടോ മിസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ഇട്ടാൽ മതി കേട്ടോ. ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് സ്പെസിഫിക് പ്രോബ്ലംസ്. അപ്പൊ പ്രോബ്ലംസ് ഓഫ് OPD ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ജനറൽ പ്രോബ്ലംസ് കഴിഞ്ഞു. ഇനി സെക്കൻഡ് ആണ് സ്പെസിഫിക് പ്രോബ്ലംസ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഡ്യൂട്ടീസ് അണ്ടർടേക്കൺ ബൈ ഓക്സിലറീസ് ആർ ഡൺ hurriedly in the order to keep pace with consultation of doctors. This creates inappropriate documentation. എന്താണ്? ഡോക്ടറുടെ അടുത്ത് നമ്മൾ ഡോക്ടറെ കാണാൻ പോകുമ്പോ ഒരു അസിസ്റ്റന്റ് അല്ലെങ്കിൽ നേഴ്സ് ഉണ്ടാവില്ലേ? കണ്ടിട്ടില്ലേ നിങ്ങള്? ഡോക്ടറെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു നേഴ്സ് നിൽക്കില്ലേ ഡോക്ടറുടെ റൂമില്? അപ്പൊ ആ നേഴ്സ് എന്തെങ്കിലും ഡോക്യുമെന്റേഷൻ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫയലുകള് പേഷ്യൻസിന്റെ ഫയലുകളൊക്കെ എടുക്കുമ്പോഴോ തിടുക്കപ്പെട്ട് ഹറിയഡ്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധൃതിയിൽ കേട്ടോ. അപ്പൊ തിടുക്കപ്പെട്ട് കുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും മിസ്സാവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു സ്പെസിഫിക് പ്രോബ്ലംസ് ആണെന്നാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? ഡോക്ടറുടെ അടുത്ത് നിൽക്കുന്ന നേഴ്സ് അല്ലെ, അസിസ്റ്റ് ചെയ്യാനായിട്ട് ഡോക്ടറെ സഹായിക്കാനായിട്ട് ആ നേഴ്സ് നിൽക്കുമല്ലോ ഡോക്ടറുടെ റൂമില്. അപ്പൊ ആ നേഴ്സ് രോഗികളുടെ ഫയലോ എന്തെങ്കിലും ഡോക്യുമെന്റേഷൻ ഒക്കെ എടുക്കുമ്പോൾ ധൃതിയിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ചിലപ്പോൾ ചില മിസ്റ്റേക്കുകൾ പറ്റാം. ചിലപ്പോ ഒരു രോഗിയുടെ മറ്റു രോഗിയുടെ ഫയലിലേക്ക് കൊണ്ടുവയ്ക്കും. ചിലപ്പോൾ ധൃതിയിലൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ എന്തെങ്കിലും അങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ പറ്റുമ്പോ അതാണ് ഫസ്റ്റ് സ്പെസിഫിക് പ്രോബ്ലം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അത് സ്പെസിഫിക് പ്രോബ്ലം എന്ന് പറഞ്ഞാല് ഓക്കെ. ഇനി എന്താണ് സെക്കൻഡ് സ്പെസിഫിക് പ്രോബ്ലം ആണ് ഓക്സിലറി സ്റ്റാഫ് സംടൈംസ് മിസ്ബിഹേവ് വിത്ത് ദ പേഷ്യൻസ്. എന്താണ് പറയുന്നത്? നിങ്ങൾക്ക് പറയാലോ. ഫസ്റ്റ് പോയിന്റ് പറയണോ? ഫസ്റ്റ് പോയിന്റ് ഒന്നും ഇവിടെയും പറയാം. ഡോക്ടറുടെ അടുത്ത് നേഴ്സ് നിൽക്കില്ല അസിസ്റ്റ് ചെയ്യാനായിട്ട്, ഡോക്ടറെ സഹായിക്കാനായിട്ട് നിൽക്കുമല്ലോ. അപ്പൊ ആ നേഴ്സ് എന്തെങ്കിലും രോഗികളുടെ എന്തെങ്കിലും ഫയലോ ഡോക്യുമെന്റേഷൻ ഒക്കെ എടുക്കുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ധൃതിയിലായിരിക്കും ചിലപ്പോൾ അവർ എടുക്കുന്നത് എല്ലാ കാര്യങ്ങളും. കുറെ രോഗികൾ പേഷ്യൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് ധൃതിയിൽ പെട്ടെന്ന് എടുക്കുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് പറയുന്നത് ഫസ്റ്റ് സ്പെസിഫിക് പ്രോബ്ലം. ചിലപ്പോ ഒരു രോഗിയുടെ ഡോക്യുമെന്റേഷൻ തന്നെ അല്ലെങ്കിൽ ഒരു ഫയൽ തന്നെ മറ്റു രോഗികളുടെ ഫയലിലോട്ട് വെക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്യുമെന്റ്സ് ആയാലും ചിലപ്പോ ഒരു രോഗിയുടെ വേറെ രോഗിയുടെ ഫയലിലോട്ട് വെക്കും ഡോക്യുമെന്റ്സുകൾ. അപ്പൊ എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് പറയുന്നത് ഫസ്റ്റ് സ്പെസിഫിക് പ്രോബ്ലം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി സെക്കൻഡ് പറയുന്നത് ഓക്സിലറി സ്റ്റാഫ് സംടൈംസ് മിസ്ബിഹേവ്. എന്താണ് പറയുന്നത്? സ്റ്റാഫുകള് അല്ലെ, സ്റ്റാഫുകൾ അവിടെ നിൽക്കുന്ന സ്റ്റാഫുകൾ ചെയ്യും പേഷ്യൻസിനോട് മിസ്ബിഹേവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ, മര്യാദ അല്ലാത്ത രീതിയിൽ പെരുമാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിന് അതൊരു പ്രോബ്ലംസ് ആണ്. ചിലപ്പോ മിസ്ബിഹേവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിന് പറയുമ്പോൾ കുട്ടി ഡോക്ടറെ കാണേണ്ടിയില്ലായിരുന്നു, വരണ്ടിയില്ലായിരുന്നു, വേറെ ഡോക്ടറെ കണ്ടാൽ മതി. അങ്ങനെ തോന്നിയിട്ടുണ്ടോ ആർക്കെങ്കിലും? അല്ല അനുഭവങ്ങളുണ്ടോ? യെസ്, ജോബി എന്ന് പറഞ്ഞേ. എന്താ അനുഭവം ഉണ്ടോ? ഒന്ന് പറഞ്ഞേ, എല്ലാവർക്കും കേൾക്കട്ടെ. ഇല്ല, അത് കൺസൾട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ പോയിരുന്നു. അപ്പം ഡോക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു റെസ്പോണ്ട് നല്ല രീതിയിലായിരുന്നില്ല. അതായത് ഡോക്ടേഴ്സ് ആകുമ്പോൾ കുറച്ചുകൂടെ കാമായിട്ടല്ലേ സംസാരിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുമല്ലോ. പക്ഷെ നമ്മൾ ചോദിക്കുന്ന ഡൗട്ടിനൊക്കെ പുള്ളി നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് ഇറക്കി വിടാനുള്ള ഒരു ഇതിലായിരുന്നു. ഒരു കാമായിട്ടിരുന്നിട്ട് ട്രീറ്റ് ചെയ്യാനുള്ള ഒരു ഇതില്ലായിരുന്നു. എന്ന് വെച്ചാൽ എങ്ങനെയും നമ്മളൊന്ന് ഇറങ്ങി പോകണം പുള്ളിയുടെ ഫ്രണ്ട് എന്ന്. പിന്നെ എനിക്ക് അങ്ങോട്ട് പോകാനേ തോന്നിയില്ല. ഇതാണ് ചിലപ്പോ ചില പേഷ്യൻസിന് അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡോക്ടറെ കാണാൻ തോന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ പോകണ്ടായിരുന്നു എന്നൊക്കെ തോന്നും. അപ്പൊ അതാണ് പറയുന്നത് മിസ്ബിഹേവ്. ഓക്കെ, സെക്കൻഡ് പ്രോബ്ലം മനസ്സിലായില്ലേ? ഇനി തേർഡ് പ്രോബ്ലം നോക്കാം. ഇൻ ആബ്സെൻസ് ഓഫ് appointment system, patients start accumulating even before office time start
creating a long queue of patients even before the arrival of doctors. എന്താണ് അതിൽ പറയുന്നത്? In the absence of appointment system, അല്ലെ? അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഇല്ലെങ്കിൽ ഇപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ എന്താണ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഒന്നുമില്ല. അപ്പൊ അവര് തുറക്കാനായിട്ട് കാത്തിക്കും അല്ലെ, അല്ലെങ്കിൽ തുറക്കണതിന് മുമ്പ് എന്ത് ചെയ്യും? രോഗികൾ പോയിട്ട് ക്യൂ നിൽക്കും. എന്ത് ചെയ്യാനായിട്ട് വേണ്ടിയിട്ട്? ടോക്കൺ എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ ഭയങ്കര ക്യൂ ആയിരിക്കും, ഭയങ്കര തിരക്കായിരിക്കും അവിടെ അനുഭവപ്പെടുന്നത്. അതാണ് തേർഡ് പ്രോബ്ലം ആയിട്ട് പറയുന്നത്. എന്താണ്? അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഇല്ലെങ്കിൽ, ഉദാഹരണത്തിന് ഗവൺമെന്റ് ഹോസ്പിറ്റൽ എഴുതി വെക്കണം കേട്ടോ. ഇപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ എന്താണ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഇല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ് രോഗികൾ ആ ഹോസ്പിറ്റല് ഡേ തുടങ്ങണേക്കാട്ടി മുൻപ് അല്ലെ, ഡേ തുടങ്ങണേക്കാട്ടി മുമ്പ് അവരെന്ത് ചെയ്യും? അവിടെ പോയിട്ട് ക്യൂ നിൽക്കാനായിട്ട് തുടങ്ങും. അപ്പൊ എന്താണ് ക്യൂ നിൽക്കുന്നത്? എന്തിനാണ്? ടോക്കൺ എടുത്തിട്ട് വേഗം ഡോക്ടറെ കണ്ട് വീട്ടിലേക്ക് പോകാലോ എന്നുള്ള രീതിയിൽ ക്യൂ നിൽക്കാനായിട്ട് തുടങ്ങും. അപ്പൊ എന്താണ് അവിടെ ഭയങ്കര തിരക്ക് അനുഭവപ്പെടും. അതാണ് തേർഡ് പ്രോബ്ലം. ക്ലിയർ ആയല്ലേ? ഓക്കെ ആണോ? നെക്സ്റ്റ് നോക്കട്ടെ മിസ്. ഓക്കെ, ഇനി ഫോർത്ത് പ്രോബ്ലം എന്താണ്? ഇൻട്രപ്ഷൻ ഓഫ് കൺസൾട്ടേഷൻ ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ. എന്താണ് അതിൽ പറയുന്നത്? ഇൻട്രപ്ഷൻ ഓഫ് കൺസൾട്ടേഷൻ ഓർ ഇൻവെസ്റ്റിഗേഷൻ. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മറക്കരുതേ. ഓക്കെ, ടെസ്റ്റുകള്. അതുപോലെ എന്താണ് കൺസൾട്ടേഷൻ അല്ലെ, ഡോക്ടറെ കണ്ടിട്ട് നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന. അപ്പൊ അതാണ് ജോബി പറഞ്ഞത്. എന്താണ് ഡോക്ടർ എന്താണ് ഭയങ്കര തിരക്കായിരിക്കും. ചിലപ്പോ എന്താണ് നമ്മളെ നോക്കിയെങ്കിലില്ല, ചിലപ്പോ രോഗം പറയുമ്പോ തന്നെ അയാൾ മരുന്ന് എഴുതിയിട്ടുണ്ടാവും അല്ലെ. അങ്ങനെയൊക്കെ ഉണ്ടോ? അനുഭവം ഉണ്ടായിട്ടുണ്ടോ ആർക്കെങ്കിലും? ചിലപ്പോ മര്യാദക്ക് പരിശോധിക്കാണ്ട് എന്ത് ചെയ്യും? മരുന്ന് എഴുതിയിട്ട് വേഗം വിടും. പിന്നെ എന്താണ് ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടത്താത്ത അവസ്ഥകൾ. അതൊക്കെയാണ് ഫോർത്ത് പ്രോബ്ലംസിൽ പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? പിന്നെ എന്താണ് ലാക്ക് ഓഫ് പ്രൈവസി. ലാക്ക് ഓഫ് പ്രൈവസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോ ഡോക്ടറെ കൺസൾട്ടേഷൻ റൂമിൽ എന്തുണ്ടാവും? ഇങ്ങനെ ചിലപ്പോ വയറൊക്കെ പരിശോധിക്കാൻ, അല്ലെങ്കിൽ ഒരു റൂം ഉണ്ടാവും അല്ലെ, എക്സാമിനേഷൻ റൂം. നമ്മൾ പഠിച്ചിട്ടില്ലേ? എക്സാമിനേഷൻ റൂം ഉണ്ടാവും. അതിനെന്താണ് ചിലപ്പോ കറക്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ ഒരു രോഗി തണ്ടല് മിന്നിട്ട് വന്നപ്പോ എന്താണ് അയാൾക്ക് ഇത് ഇതാക്കാനായിട്ട് ഇഞ്ചക്ഷൻ എടുക്കില്ലേ തണ്ടലിന്, മിന്നല് മാറാനായിട്ട്, വേദന കാര്യങ്ങളൊക്കെ മാറാനായിട്ട്. അപ്പൊ ഇഞ്ചക്ഷൻ എടുക്കുമ്പോ എന്താണ് ഒരു പ്രൈവസി വേണം അല്ലെ, കറക്റ്റ് ഇട്ട് മറിച്ച് അങ്ങനെയല്ലേ. അപ്പോ എന്താണ് ഇവിടെ ചിലപ്പോ ചില ഹോസ്പിറ്റലുകളിൽ എക്സാമിനേഷൻ റൂമിലൊക്കെ അങ്ങനെ ഒരു പ്രൈവസി ഉണ്ടാവില്ല. അപ്പൊ അതെന്താണ് രോഗികൾക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ അതാണ് പറയുന്നത് ലാക്ക് ഓഫ് പ്രൈവസി എന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് എന്താണ്? ഇൻഎലിജിബിൾ ഹാൻഡ് റൈറ്റിംഗ് ഓഫ് ദ ഡോക്ടേഴ്സ്. എന്താണ് പറയുന്നത്? ചിലപ്പോ എന്താണ് ഡോക്ടേഴ്സ് എഴുതുന്ന രീതിയിൽ എന്താണ് ആ പ്രിസ്ക്രിപ്ഷൻ ഒക്കെ ചിലപ്പോ വായിക്കുമ്പോ മനസ്സിലാവില്ല അല്ലെ, ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ നമുക്ക് മനസ്സിലാവാത്ത അവസ്ഥകൾ. അതന്നെ മനസ്സിലാവില്ല. ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഒക്കെ വായിക്കുമ്പോ നമുക്ക് മനസ്സിലാവണതാണെങ്കിൽ എന്താണ് ഇന്ന മരുന്നാണ് ഡോക്ടർ എഴുതിയിരിക്കുന്നത്, പിന്നെ ഇത് പറഞ്ഞ് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. പക്ഷെ എന്താണ് ചിലപ്പോ മെഡിക്കൽ ഷോപ്പിൽ നിൽക്കുന്ന ആൾക്ക് മനസ്സിലാവില്ല, നമ്മൾക്ക് മനസ്സിലാവില്ല. അങ്ങനെയാണെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാണ്. നാലാമത്തെ പോയിന്റാണ് മിസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാലാമത്തെ പോയിന്റ് പറയണോ? നാലാമത്തെ പോയിന്റ് എന്താണ്? കൺസൾട്ടേഷൻ ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ. എന്താണ് കൺസൾട്ടേഷൻ? ഡോക്ടറെ കാണുന്നത്. ഡോക്ടർ ചിലപ്പോ നല്ല രീതിയിൽ നമ്മളെ പരിശോധിക്കില്ല, അല്ലെങ്കിൽ ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ എന്താണ് യൂറിൻ ടെസ്റ്റ്, ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ എന്താണ് കറക്റ്റ് രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടണം. പക്ഷെ എന്താണ് ആ ടെസ്റ്റുകളൊന്നും മര്യാദക്കല്ല ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താണ് കൺസൾട്ട് ചെയ്യുമ്പോൾ ഡോക്ടർ നമ്മളെ പരിശോധിക്കുമ്പോൾ ചിലപ്പോ നമ്മളിപ്പോ ഡോക്ടർക്ക് പനിയാണ്, അപ്പൊ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ എന്നൊക്കെ ഡോക്ടർ ചോദിക്കും അല്ലെ. പിന്നെ എന്ത് ചെയ്യും? നമ്മളെ പരിശോധിക്കും. അങ്ങനെ പരിശോധിക്കുകയാണെങ്കിൽ നല്ല രീതിയിലാണ് കൺസൾട്ടേഷൻ നടത്തുന്നത്. അല്ലെങ്കിൽ എന്താണ് ചിലപ്പോൾ നല്ല രീതിയിൽ നടത്തില്ല. പനിയാണ് ഡോക്ടർ എന്ന് പറയുമ്പോൾ ഡോക്ടറുടെ മരുന്ന് എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെ. ചില ഡോക്ടേഴ്സ് അങ്ങനെയായിരിക്കും. അപ്പൊ എന്താണ് നല്ല രീതിയിൽ നമ്മളെ പരിശോധിക്കാത്ത അവസ്ഥ. അതൊക്കെ എന്താണ് രോഗികൾക്ക് ഒരു പ്രോബ്ലം ആണ്. അതൊരു സ്പെസിഫിക് പ്രോബ്ലം ആണ്. ക്ലിയർ അല്ലേ? ക്ലിയർ ആയോ? പിന്നെന്താണ് അടുത്തത്? പ്രൈവസി മനസ്സിലായില്ലേ? ലാക്ക് ഓഫ് പ്രൈവസി മനസ്സിലായില്ലേ? പിന്നെന്താണ് ഡോക്ടറെ? ആറാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടറുടെ ഹാൻഡ് റൈറ്റിംഗ് മനസ്സിലാവാത്ത അവസ്ഥ.
അതും എന്താണ്, അതൊരു പ്രോബ്ലം ആണ്. ലാക്ക് ഓഫ് പ്രൈവസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ചിലപ്പോ ഡോക്ടർക്ക് എക്സാമിനേഷൻ റൂം ഉണ്ടാവും അല്ലെ, രോഗികളെ കിടത്തി പരിശോധിക്കാനായിട്ട് ഒരു റൂം ഉണ്ടാവും. അതിലൊക്കെ ചിലപ്പോ കറക്ടനുകളൊന്നും ഉണ്ടാവില്ല. അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് അല്ലെ, നമ്മൾ പരിശോധിക്കുമ്പോൾ മറ്റു രോഗികളത് കാണും അല്ലെ. അതാണ് പറയുന്നത് ലാക്ക് ഓഫ് പ്രൈവസി. അങ്ങനെ കറക്ടനും അല്ലെങ്കിൽ ആ റൂമിൽ ഒരു വാതിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ്, അതൊരു പ്രൈവസിയാണ്. അങ്ങനെയൊന്നും ഇല്ലാത്ത അവസ്ഥയാണ് ലാക്ക് ഓഫ് പ്രൈവസി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി എന്താണ് 7th പോയിന്റ് നോക്കാം. 6th പോയിന്റ് പറഞ്ഞു, 7th പോയിന്റ് ആണ് പോളിഫാർമസി. എന്തായിരിക്കും പോളിഫാർമസി എന്ന് പറഞ്ഞാല്? എല്ലാ ഐഡിയ ഉണ്ടാ? എല്ലാ ഐഡിയ ഉണ്ടോ? എന്താണെങ്കിലും പറഞ്ഞോ. മരുന്ന് പുറത്തുനിന്ന് വാങ്ങുന്നതല്ല. എന്താണെന്നറിയോ പറഞ്ഞുതരാം. ഇപ്പൊ ഒരു രോഗി തന്നെ അയാൾക്ക് എന്താണ് പലതരത്തിലുള്ള രോഗങ്ങളുണ്ട്. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, അങ്ങനെയുള്ള പല രോഗങ്ങളും അയാൾക്കുണ്ട്. അപ്പൊ ഫാർമസിയിൽ നിൽക്കുന്ന ആൾക്ക് കുറെ രോഗങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ രോഗങ്ങൾക്കെല്ലാം മരുന്ന് കൊടുക്കുമ്പോൾ ഇത് എത്ര വെച്ച് കൊടുക്കണം, ഈ പ്രഷറിന് എത്ര കൊടുക്കണം, കൊളസ്ട്രോളിന് എത്ര കൊടുക്കണം എന്നൊക്കെ അറിയാൻ പറ്റാത്ത അവസ്ഥ, കൺഫ്യൂഷൻ ആവും. പല രോഗങ്ങളാണ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മെഡിസിൻ കൊടുക്കുമ്പോൾ അയാൾക്ക് ഫാർമസിയിൽ നിൽക്കുന്ന സ്റ്റാഫിന് എന്താണ് കൺഫ്യൂഷൻ വരും. ഇതെത്ര വെച്ച് കൊടുക്കേണ്ടി വരും അല്ലെ, ഇതെങ്ങനെയാണ് കൊടുക്കേണ്ടത്, നമുക്ക് പലതരത്തിലുള്ള രോഗങ്ങളായിരിക്കും അയാൾക്ക് ഉണ്ടായിരിക്കുക. അപ്പൊ എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെഡിസിൻ കൊടുക്കേണ്ട അവസ്ഥ വരും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കൺഫ്യൂഷൻസും ഫാർമസിയിൽ നിൽക്കുന്ന സ്റ്റാഫിന് ഉണ്ടാകുന്നുണ്ട്. എക്കോ വരുന്നുണ്ടോ മക്കളെ? വോയിസ് ക്ലിയർ ആവുന്നില്ല മിസ്സിന്റെ? ഉണ്ട്, ക്ലിയർ ആവുന്നുണ്ട്. ക്ലിയർ ആവുന്നില്ലെങ്കിൽ പറയണം കേട്ടോ. ഓക്കെ, ഡിസ്റ്റർബൻസ് ഉണ്ടോ നിങ്ങൾക്ക്? ഔട്ട്സൈഡ് വോയിസ് കേൾക്കുന്നുണ്ടല്ലേ? ഓക്കെ, ഇല്ല, ചിലവർക്കൊക്കെ ഡിസ്റ്റർബൻസ് ഇല്ലാന്ന് പറയുന്നത്, ചിലവർക്ക് ഔട്ട്സൈഡ് വോയിസ് കേൾക്കുന്നുണ്ടെന്ന് പറയുന്നത്. ഒന്ന് വായിച്ചു നോക്കട്ടാ, എടുത്തത് വരെ. ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമ്മൾ പറയാനുള്ള ഏതാണ് പോളിഫാർമസി. പോളിഫാർമസി മനസ്സിലായില്ലേ? ഒരു എന്താണ് പലതരത്തിലുള്ള രോഗങ്ങൾ ഒരാൾക്കുണ്ടെങ്കിൽ എന്താണ് എവിടെ നിൽക്കുന്ന ഫാർമസിയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് എന്തൊക്കെ മരുന്ന് കൊടുക്കണം, എപ്പോ കൊടുക്കണം അല്ലെ, എത്ര എണ്ണം വെച്ച് കൊടുക്കണം എന്നൊക്കെ ഒരു ഇതുണ്ടാവും, കൺഫ്യൂഷൻ ഉണ്ടാവും എന്നാണ് പറയുന്നത്. യെസ്, കറക്റ്റ് ആണ് സദിര, കൺഫ്യൂഷൻ എന്ന് പറഞ്ഞു. ഓക്കെ, ഡോക്ടർ കറക്റ്റ് ആയിട്ട് മെൻഷൻ ഒക്കെ ചെയ്തിട്ടില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാണ്. ക്ലിയർ അല്ലേ? ഇനി എന്താണ് 8th പോയിന്റ് ആണ് പറയുന്നത്, ക്യൂസ് ആർ നോട്ട് പ്രോപ്പർലി മെയിൻറ്റൈൻഡ്. എന്താണ് പറയുന്നത് നിങ്ങൾക്ക് പറയാലോ? ഇപ്പൊ ഡിസ്റ്റർബൻസ് വന്നുണ്ടോ? ഡിസ്റ്റർബൻസ് വന്നുണ്ടോ മക്കളെ? കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, ഈ നോക്കിയേ 8th പോയിന്റ് എന്താണ് പറയുന്നത്? കുറച്ച് പേരുണ്ട് അല്ലെ. എയ്ത്ത് പോയിന്റ് നോക്കിയടാ, 8th പോയിന്റ് നോക്കിയേ, എന്താണ് പറയുന്നത് 8th പോയിന്റ്? എയ്ത്ത് പോയിന്റ് നിങ്ങൾക്ക് പറയാലോ, ക്യൂസ് ആർ നോട്ട് പ്രോപ്പർലി മെയിൻറ്റൈൻഡ്. ക്യൂ എന്താണ് കറക്റ്റ് അല്ലാതെ, ചിലവര് ചിലപ്പോ ഇടയ്ക്ക് കയറാം അല്ലെ,
കറക്റ്റ് രീതിയിൽ ചിലപ്പോ അവിടുത്തെ സ്റ്റാഫുകളൊന്നും ആൾക്കാരെ പേഷ്യൻസിനെ ഡോക്ടറെ കാണാനായിട്ട് നിർത്താണ്ടിരിക്കും. അപ്പൊ എന്താണ് ചിലർ ഇടക്ക് കയറും. അതൊക്കെ എന്താണ് മറ്റുള്ള പേഷ്യൻസിന് അതൊരു ബുദ്ധിമുട്ടാണ് എന്താണ് പറയുന്നത്. പിന്നെ എന്താണ് 9th point, prescribed medicines are not always available at pharmacy. ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. പിന്നെ എന്താണ് 9th point എന്തായിരിക്കും? Prescribed medicines are not available at pharmacy. ഇതെന്തായിരിക്കാം? എന്തായിരിക്കാം? എളുപ്പല്ല പോയിന്റ്. ഫാർമസിയിൽ അല്ലെ ഡോക്ടർ പറഞ്ഞിരിക്കുന്ന മെഡിസിൻസ് എന്തുണ്ടാവില്ല, എവിടെ ഉണ്ടാവില്ല? ഫാർമസിയിൽ ഉണ്ടാവില്ല. അതൊരു പ്രോബ്ലം ആണ്. ഓക്കെ, എല്ലാവരും പറഞ്ഞ കറക്റ്റ് ആണ്. എഴുതി കൊടുത്ത മെഡിസിൻസ് ഫാർമസിയിൽ ഉണ്ടാവില്ല. ഇനി എന്താണ് 9th point വരെ കറക്റ്റ് അല്ലേ? ഇനി നോക്കാം 10th point നോക്കാം. The use of trade name of medicines by the doctor create confusion to patient when different name medicines of same genera is supplied to the patient. എന്താണ്? ജനറിക് മെഡിസിൻ ഉണ്ട്, ട്രേഡ് മെഡിസിൻ ഉണ്ട്. കേട്ടിട്ടുണ്ടോ നിങ്ങള്? ജനറിക് മെഡിസിനും ട്രേഡ് മെഡിസിനും അറിയോ? ഉണ്ട്. ഒന്ന് പറഞ്ഞേ. റിൻഷ ഒന്ന് പറയോ എന്താണെന്നുള്ളത്? ഹലോ മിസ്സേ, പറഞ്ഞോ. ജനറിക് മെഡിസിൻ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നല്ല കമ്പനി ആയിരിക്കില്ല, മരുന്നിന്റെ കണ്ടന്റ് എല്ലാം സെയിം ആയിരിക്കും. പക്ഷെ നമ്മള് പ്രോപ്പറായിട്ട് നമ്മള് ഡോക്ടേഴ്സ് എഴുതുന്ന മരുന്നായിരിക്കില്ല അവര് തരിക. മരുന്ന് സെയിം ആയിരിക്കും, പക്ഷെ കമ്പനി വ്യത്യാസമായിരിക്കും. ട്രേഡ് മെഡിസിൻ എങ്ങനെയായിരിക്കും? എങ്ങനെ? ട്രേഡ് മെഡിസിൻ കേട്ടിട്ടുണ്ടോ മോള്? ഞാന് ഫാർമസിയിൽ കുറച്ചു കാലം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ജനറിക് മെഡിസിൻ ഉണ്ടാവും, മറ്റേ മെഡിസിൻ ഉണ്ടാവും. അപ്പൊ ജനറിക് മെഡിസിന് ഡോക്ടേഴ്സ് എഴുതൂല, പക്ഷെ നമ്മൾ ഫാർമസിന്ന് ചില കസ്റ്റമേഴ്സിന് എന്താ അത്ര റേറ്റ് പോകൂല എന്നൊക്കെ പറയാം. അപ്പം സെയിം കണ്ടന്റ് ആണ്, പക്ഷെ ഡോക്ടർ എഴുതിയ മരുന്നല്ല എന്ന് പറഞ്ഞിട്ട്, ആ സെയിം കമ്പനി അല്ല, മരുന്ന് സെയിം ആണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കലുണ്ട് ജനറിക്. അപ്പൊ ചില കസ്റ്റമേഴ്സ് ഡോക്ടർ എഴുതിയ മെഡിസിൻ തന്നെ വേണമെന്ന് പറയും, ആ കമ്പനി തന്നെ വേണമെന്ന് പറയും. ചിലര് റേറ്റിന്റെ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുമ്പോൾ എന്നാലും സെയിം മരുന്നാണല്ലോ തന്നേക്കുന്ന അങ്ങനെ പറയലുണ്ടായിരുന്നു. പറയാട്ടോ ജനറിക് മെഡിസിൻ എന്താ, ട്രേഡ് മെഡിസിൻ എന്താണ്. ഇപ്പോ ജനറിക് മെഡിസിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയാം, പാരസെറ്റമോളിന്റെ ഗുളി കണ്ടിട്ടില്ല എല്ലാവരും? ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്നത് എങ്ങനെയായിരിക്കും? ഒരു കളറൊന്നും ഇല്ലാതെ ഒരു വൈറ്റ് കളർ ഇതും കൊണ്ട് പൊതിഞ്ഞിട്ടല്ലേ, റാപ്പ് ചെയ്തിട്ടല്ലേ കിട്ടുന്നത്. അപ്പൊ അതാണ് ജനറിക് മെഡിസിൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു കമ്പനി എന്ത് ചെയ്യും? പാരസെറ്റാമോൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഗവൺമെന്റിനോട് പേറ്റന്റ് ചോദിക്കും. 20 വർഷത്തേക്കായിരിക്കും പേറ്റന്റ് കൊടുക്കുന്നത്. പേറ്റന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, 20 വർഷം വരെ ഈ കമ്പനി ആയിരിക്കണം ഈ പാരസെറ്റാമോൾ എന്ന് പറഞ്ഞ ഗുളിക പുറത്തിറക്കേണ്ടത്, ഇവരായിരിക്കും. അപ്പോ 20 വർഷത്തിനുള്ളിൽ എന്താണ് ഈ പാരസെറ്റാമോൾ ഉണ്ടാക്കുന്ന കമ്പനി 20 വർഷം കഴിഞ്ഞിട്ട് 20 വർഷത്തിനുള്ളിൽ ഇപ്പൊ ഇവർക്ക് ഈ പാരസെറ്റാമോള് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് 10 ലക്ഷം രൂപയാണ് മുതൽ മുടക്കെങ്കിൽ, ആ 20 വർഷം കഴിഞ്ഞിട്ട് അവർ വിറ്റഴിച്ചിട്ട് എന്താവും? 20 ലക്ഷമോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ അവർക്ക് എന്ത് കിട്ടും? ഇത് കിട്ടും, ലാഭം കിട്ടും. അപ്പൊ 20 വർഷം വരെ ഈ കമ്പനി ആയിരിക്കണം ഈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എന്താണ് ഈ പാരസെറ്റാമോൾ എന്ന് പറഞ്ഞ ഗുളിക മാനുഫാക്ചർ ചെയ്യേണ്ടത്. മനസ്സിലായോ? ഒരു കമ്പനി ഗവൺമെന്റിനോട് പേറ്റന്റ് ചോദിക്കും. 20 വർഷത്തേക്കായിരിക്കും ഈ പേറ്റന്റ് എഗ്രിമെന്റ് പേറ്റന്റ് ചെയ്യുന്നത്. അപ്പൊ എന്താണ്, ഈ കമ്പനി മാത്രം പ്രൊഡ്യൂസ് ചെയ്യാൻ പാടുള്ളൂ, വേറെ കമ്പനികളൊന്നും ഈ മരുന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല. ക്ലിയർ അല്ലേ? അപ്പൊ എന്ത് ചെയ്യും? 20 വർഷത്തേക്ക് ഈ കമ്പനി ആയിരിക്കും പാരസെറ്റാമോൾ വിൽക്കുന്നത്. ശേഷം 20 വർഷം കഴിഞ്ഞതിന് ശേഷം മറ്റു പല എന്താണ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് എന്ത് ചെയ്യും? ഈ മരുന്ന് സെയിം ബേസിക് എലമെന്റ്സ് ആയിരിക്കും ഇതിനകത്ത് ഉണ്ടായിരിക്കുന്നത്.
പിന്നെന്താണ് ചിലപ്പോ കളറ് മാറ്റാം, അല്ലെങ്കിൽ ഫ്ലേവേഴ്സ് മാറ്റാം. നിങ്ങൾ കുട്ടികളുടെ പാരസെറ്റമോൾ കണ്ടിട്ടില്ലേ? സിറപ്പ് എന്തുണ്ട്? മഞ്ഞയുണ്ട്, ഓറഞ്ച് ഉണ്ട്, റോസ് കളർ ഉണ്ടല്ലേ? അപ്പൊ എന്താണ്? അപ്പൊ 20 വർഷം ഒരു കമ്പനിയാണ് ഈ പാരസെറ്റമോളിന്റെ സിറപ്പ് എടുക്കുന്നതെങ്കിൽ അതിനുശേഷം വേറെ കമ്പനികൾ എന്ത് ചെയ്യും? കളറ് മാറ്റി. സെയിം ബേസിക് എലമെന്റ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്, അതുപോലെ തന്നെ എന്താണ് കളറ് മാറ്റും, അതുപോലെ ഫ്ലേവേഴ്സ് മാറ്റിയിട്ട് ഇറക്കും. അതെന്ത് ചെയ്യും? അപ്രന്റീസ് വന്നിട്ട് ഡോക്ടേഴ്സിന് എന്ത് ചെയ്യും? ഇത് കൊടുക്കും അല്ലെ? കണ്ടിട്ടില്ലേ നിങ്ങള് ഓരോ മരുന്ന് വിൽക്കാൻ വരുന്ന ആൾക്കാർ ഡോക്ടറെ കാണാൻ വേണ്ടിട്ട്? അപ്പൊ അത് എന്ത് ചെയ്യും? ഡോക്ടർക്ക് എന്ത് ചെയ്യും? അതിൽ നിന്ന് കമ്മീഷൻ കിട്ടും അല്ലെ? ഡോക്ടർ ഇന്ന മരുന്ന് കൊടുത്തേക്കണെങ്കിൽ കമ്മീഷൻ കിട്ടും. അതെന്താണ്? ചിലപ്പോ ഹോസ്പിറ്റലിന്റെ അടുത്ത് തന്നെയുള്ള മെഡിക്കൽ ഷോപ്പിലായിരിക്കും അത് കിട്ടുന്നത്. അത് കണ്ടിട്ടില്ലേ? ഇപ്പൊ കൊടുങ്ങല്ലൂരുള്ള മെഡിക്കൽ ഷോപ്പിൽ, പറവൂരുള്ള മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ആ മരുന്ന് കിട്ടില്ല. കൊടുങ്ങല്ലൂരുള്ള ഡോക്ടർ ആണെങ്കിൽ പറവൂര് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ആ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ചിലപ്പോൾ ആ മരുന്ന് കിട്ടില്ല. പറവൂരുള്ളതാണെങ്കിലും കൊടുങ്ങല്ലൂരിന്റെ ആ മരുന്ന് കിട്ടില്ല. ക്ലിയർ ആയോ മിസ് പറഞ്ഞത്? അപ്പൊ എന്താണ്? 20 വർഷത്തേക്ക് ഒരു കമ്പനി എന്ത് ചെയ്യും? മെഡിക്കൽ റെപ്പുകൾ വന്നിട്ട് എന്ത് ചെയ്യും? ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തിട്ട് ഇങ്ങനെ അവരുമായിട്ടൊരു എഗ്രിമെന്റ് വെച്ചിട്ട് ഡോക്ടർക്ക് അപ്പൊ എന്ത് ചെയ്യും? ഈ മരുന്നിനെ വിൽക്കുന്നതിലൂടെ കമ്മീഷൻ കിട്ടും. അതാണ് പറയുന്നത്. എന്താണ്? ഡോക്ടർ ഈ മരുന്നാണല്ലോ ഇത് മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് പറഞ്ഞില്ലേ? ആ കുട്ടി പറഞ്ഞില്ലേ? എന്താണ് ഈ ഡോക്ടർ ഇത് ഈ മെഡിസിൻ ആണല്ലോ, അപ്പൊ അതെന്താണ് അങ്ങനെ? ഇവിടെ ഉള്ളത് വേറെയാണല്ലോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ എന്താണ്? ഡോക്ടർക്ക് കമ്മീഷൻ കിട്ടുന്നത് കൊണ്ടാണ് ആ മരുന്ന് എഴുതിയിരിക്കുന്നത്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അപ്പൊ ജനറൽ മെഡിസിനും ജനറിക് മെഡിസിനും വേറെയാണ്, അതുപോലെ ട്രേഡ് മെഡിസിനും വേറെയാണ്. ഇപ്പോ ട്രേഡ് മെഡിസിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 വർഷം കഴിഞ്ഞിട്ട് ആ കമ്പനി എന്ത് ചെയ്യുന്നു? പല ഫ്ലേവേഴ്സിലും പല കളറിലും മാറ്റം വരുത്തിയിട്ട് അവര് അതിനായിരിക്കും സെയിം ബേസിക് എലമെന്റ് എന്തായിരിക്കും? അത് തന്നെയായിരിക്കും മാറ്റം വരുത്തി. ഇപ്പൊ ഡോളോ അന്നില്ലേ? ഡോളോ എന്താണ്? പാരസെറ്റമോളിന്റെ സെയിം വേറെ വേർഷൻ അല്ലേ? അതിലെന്താണ്? മരുന്നിന്റെ ആ ഗുളികയുടെ കളർ ഇതൊക്കെ മാറ്റി കളറ് മാറ്റാം. കളറല്ല, കവറിങ്ങിന്റെ കളർ മാറ്റും. അതുപോലെ എന്താണ്? അതിന്റെ ഷേപ്പിലൊക്കെ വ്യത്യാസം കണ്ടില്ലേ? ബേസിക് എലമെന്റ് സെയിം തന്നെയാണ്. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്നതായാലും ഡോളോ ആയാലും എന്താണ്? പനിക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ എന്താണ്? കളറിങ്ങും ഇതൊക്കെ വ്യത്യാസം, ഷേപ്പ് വ്യത്യാസം. അതാണ് ജനറിക് മെഡിസിനും ട്രേഡ് മെഡിസിനും തമ്മിലുള്ള വ്യത്യാസം. അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് മിസ്. കളറിലും ഷേപ്പിലൊക്കെ ഡിഫറൻസ് ഉണ്ടാവും. അങ്ങനെ ക്ലിയർ അല്ലേ? അപ്പൊ എന്താണെന്ന് വെച്ചാല് രോഗികള് ഇപ്പൊ മെഡിക്കൽ ഷോപ്പിൽ വന്നിട്ട് പറയും, ഇത് ഈ മരുന്നാണോ ഡോക്ടറെ, ഇത് എന്താണ് ഇതില്ലാത്തത്? ചിലപ്പോ എന്താണ് പൈസയില്ല, കുട്ടി പറഞ്ഞില്ലേ പൈസയില് വ്യത്യാസം ഉണ്ടാവും. അല്ലെങ്കിൽ എന്താണ് ഡോക്ടർക്ക് എന്താണ് കമ്മീഷൻ കിട്ടും അല്ലെ ഇങ്ങനെ കൊടുക്കുമ്പോൾ. അപ്പൊ അതിന്റെയൊക്കെ വ്യത്യാസത്തിലാണ് എന്താണ് ചിലപ്പോൾ നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ പോകുമ്പോൾ ആ മരുന്ന് തന്നെ കൊടുക്കാൻ പറയുന്നത്. അല്ലെങ്കിൽ എന്താണ് ആ മരുന്ന് ഉണ്ടാവില്ല അല്ലെ? അങ്ങനെയുള്ള പ്രോബ്ലംസും ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള ഇപ്പൊ എന്താണ് ഇത് കിട്ടാത്തത്, എന്താണ് ഇതിന്റെ വില കുറവ്, അങ്ങനെയുള്ള കൺഫ്യൂഷനും പേഷ്യൻസിന് ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ് 10th പോയിന്റിൽ പറയുന്നത്. ക്ലിയർ ആയോ മക്കളെ? ഓക്കേണോ? യെസ്. ഇനി എന്താണ് 11ാമത്തെ പോയിന്റ് ആണ് നോക്കാൻ പോണത്. No clear advice about when, how long to take a medicine. ഇതെന്താ പറയുന്നത്? ഇതുപോലെയൊക്കെ തന്നെ സെയിം ആണ്. ഇപ്പോ ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറയാം. എനിക്ക് കൊറോണ കഴിഞ്ഞിട്ട് ഈ 2 വർഷവും ഭയങ്കര തലവേദനയായിരുന്നു. കുമ്പിടാനൊന്നും പറ്റില്ല. കുമ്പിട്ട് വല്ല ജോലി ചെയ്യാനാണെങ്കിൽ പിന്നെ കുറച്ചേരം പോയി കിടക്കണം. അത് കഴിഞ്ഞ് തലവേദന കുറഞ്ഞ് കുറച്ചേരം കഴിയുമ്പോഴത്തേനും പിന്നെ എന്തെങ്കിലും ജോലി ചെയ്യും, അലക്കി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കുമ്പിട്ടാണല്ലോ അലക്കി തുണികളൊക്കെ ഊരാനായിട്ട്. അപ്പോഴും പിന്നെയും തലവേദന വന്നു. അങ്ങനെ ഡോക്ടറെ കണ്ട് ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും MRI സ്കാനൊക്കെ ചെയ്തു. അതിനുശേഷം തലയിലേക്ക് കുഴപ്പമൊന്നുമില്ല, ഈ ഇവിടുത്തെ 2 ഞരമ്പുകൾക്ക് ഭയങ്കര നീർ കെട്ടിയിട്ടാണ് ഈ വേദന വരുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മാസത്തേക്ക് മരുന്നൊക്കെ തന്നു. അതിനുശേഷം വേദന കുഴപ്പമൊന്നുമില്ല, മാറി. പിന്നെയും ഈ ഡോക്ടർ പറയണേന് എന്താണ് വന്ന് കാണണം. അത് കഴിഞ്ഞ് പിന്നെ 2-3ാമത്തെ പ്രാവശ്യവും ഇതന്നെ ഈ മരുന്ന് തന്നെ കഴിക്കാം. അപ്പൊ എന്താണ് തലവേദനയൊക്കെ മാറി, ഒരു കുഴപ്പമില്ല. അപ്പൊ എന്താണ് പറയുന്നത്? അതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഡോക്ടർക്ക് എന്താണ് ആ മരുന്ന് വിൽക്കുന്നതിലൂടെ എന്താണ് കമ്മീഷൻ കിട്ടുന്നുണ്ട് അല്ലെ? രോഗം മാറിയാലും ഡോക്ടർ പറയും നമ്മളോട് വന്ന് കണ്ടോ, അപ്പൊ എന്താണ് ആ മരുന്ന് ചെലവാകുകയും ചെയ്യും, കമ്മീഷൻ ഡോക്ടർക്ക് കിട്ടുകയും ചെയ്യും. ആരെങ്കിലും അനുഭവം ഉണ്ടോ ഇങ്ങനെ? മനസ്സിലായോ മിസ് പറഞ്ഞത്?
ക്ലിയർ ആയോ? ഓക്കെ. അനുഭവം ഉണ്ടോ ആർക്കെങ്കിലും? അപ്പൊ എന്താണ് ഇണ്ടാ? സൈഫുനിസ ഇണ്ടാ? അനുഭവം ഉണ്ടോ? പറയണോ? പറയണെങ്കിൽ ഹാൻഡ്സപ്പ് ചെയ്താൽ മതി. ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം. എന്താണ്, ചില ഡോക്ടർമാരുടെ അടുത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ രോഗം മാറും. രോഗം മാറിയിട്ടുണ്ടാവും. ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറയാം. കൊളസ്ട്രോള് കൂടിയിട്ട് എന്ത് ചെയ്തു? ഡോക്ടറെ കണ്ടു. അപ്പോ ഡോക്ടറെ കണ്ട മരുന്നൊക്കെ കഴിച്ച് അത് നോർമലായി. പിന്നെയും ഡോക്ടർ പറയണേ ആ മരുന്ന് കഴിച്ചോ എന്ന് പറയണേ. എന്താണ്, നിർത്താൻ പറയണത്. നോർമൽ ആയല്ലോ, ഇനി നമുക്ക് നിർത്താമെന്ന് പറയുന്നില്ല. ഇത് പിന്നെയും കഴിക്കാനായിട്ട് പറയണത്. അപ്പൊ എന്താണ്, ആ മരുന്ന് ആ ഹോസ്പിറ്റലിൽ നിന്ന് പോവുകയും ചെയ്യും. അതുപോലെ തന്നെ ഡോക്ടർക്ക് ആ മരുന്ന് വിൽക്കുന്നതിലൂടെ കമ്മീഷൻ കിട്ടുകയും ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയപ്പോ പറഞ്ഞത്? അപ്പൊ എന്താണ്, ഒരിക്കലും ചിലപ്പോ ചില ഡോക്ടേഴ്സ് ആണ് അങ്ങനെയുള്ളത്. ചില ഡോക്ടേഴ്സ് പറയും ഇത് നിർത്തണ്ട, ഇത് കഴിച്ചോ ജീവിതകാലം മൊത്തം കഴിക്കണം എന്ന് പറയും. മനസ്സിലായില്ലേ? ക്ലിയർ ആയില്ലേ ഇപ്പൊ പറഞ്ഞത്? ഓക്കെ. അതാണ് കമ്മീഷൻ കിട്ടുന്നുണ്ട് ഡോക്ടർക്ക്, അതാണ് പറയുന്നത് കേട്ടോ. ഇനി എന്താണ് 12ാമത്തെ പോയിന്റ് പറയുന്നത്, സംടൈംസ് സ്ട്രോങ് മെഡിസിൻ ആർ ഗിവൺ ബൈ ദ പാരാമെഡിക്സ്. എന്താണ് പറയുന്നത്? നിങ്ങൾക്ക് പറയാലോ. ഫാർമസിന്ന് എന്ത് ചെയ്യുന്നു? റോങ് മെഡിസിൻ എന്ത് ചെയ്യുന്നു? പേഷ്യൻസിന് കൊടുക്കുന്നുണ്ട് അല്ലെ? ഫാർമസിന്ന് റോങ് മെഡിസിൻ ആയിരിക്കും ചിലപ്പോൾ ചില ടൈമില് അവര് തരുന്നത്. അപ്പൊ എന്താണ്, രോഗികൾക്ക് അതൊരു ബുദ്ധിമുട്ടാണ്, പ്രോബ്ലം അല്ലെ? ചിലപ്പോ മരണം വരെ സംഭവിക്കാം റോങ് മെഡിസിൻ കൊടുക്കുന്നതിലൂടെ. അതും എന്താണ്, ഒരു സ്പെസിഫിക് മെഡിസിൻ ആണ്. ഇനി എന്താണ് 13ാമത്തെ പോയിന്റ്, ഇൻസഫിഷ്യന്റ് ആൻഡ് അൺക്ലീൻ ടോയ്ലറ്റ്സ്. എന്താണ്, ക്ലീൻ ചെയ്യാത്ത. ഇപ്പോഴും അങ്ങനെയൊന്നുമില്ല, എന്നാലും ചില ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാണ് അല്ലെ? ക്ലീൻ ടോയ്ലറ്റ്സ് ഒക്കെ ഭയങ്കര വൃത്തികേടായിരിക്കും കിടക്കുന്നത്. അപ്പൊ രോഗികൾക്ക് അവിടെ വരാനൊക്കെ ഭയങ്കര നമുക്കൊരു ഇതായിരിക്കും അല്ലെ? അതുകൊണ്ടാണ് പറയുന്നത് അൺക്ലീൻഡ് ടോയ്ലറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ രോഗികൾക്ക് അതൊരു പ്രോബ്ലമാണ്, അതൊരു സ്പെസിഫിക് പ്രോബ്ലമാണ്. ക്ലിയർ അല്ലേ? 13 പോയിന്റും മനസ്സിലായോ? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി. ഡോക്ടർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കട്ടാ. ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഫസ്റ്റ് പോയിന്റ്, ഡോക്ടറുടെ അടുത്ത് നിൽക്കുന്ന നഴ്സുമാരുണ്ടാവില്ലേ, അവരെന്താണ് ചിലപ്പോ ധൃതിയില് ഫയലോ അല്ലെങ്കിൽ ഡോക്യുമെന്റ്സുകളൊക്കെ ചില പേഷ്യൻസിന്റെ ഡോക്യുമെന്റ്സുകളോ അല്ലെങ്കിൽ ഫയലൊക്കെ എടുക്കുമ്പോ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ സംഭവിക്കാറുണ്ട്. അതിനെയാണ് ഫസ്റ്റ് പോയിന്റിലൂടെ പറയുന്നത്. എന്തെങ്കിലും മിസ്റ്റേക്ക്, ഇപ്പൊ ഒരു രോഗിയുടെ തന്നെ വേറൊരു രോഗിയുടെ ഫയലിലോട്ട് വെക്കുകയോ അല്ലെങ്കിൽ ഡോക്യുമെന്റ്സുകൾ എടുത്ത് വേറൊരു രോഗിയുടെ ഫയലിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ചിലപ്പോ രോഗത്തിന് വ്യത്യാസം അല്ലെങ്കിൽ മരുന്ന് കൊടുക്കുന്നതിൽ എന്തുണ്ടാവും, വ്യത്യാസങ്ങൾ ഉണ്ടാവും അല്ലെ? ഡോക്ടർ ചിലപ്പോ മരുന്ന് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? രണ്ടാമത്തേത് എന്തിട്ടാണ്? ഓക്സിലറി സ്റ്റാഫ് സംടൈംസ് മിസ്ബിഹേവ്. മര്യാദ അല്ലാത്ത രീതിയിൽ പേഷ്യൻസിനോട് പെരുമാറുമ്പോ. ജോബി പറഞ്ഞില്ലേ, എക്സാമ്പിൾ ജോബി പറഞ്ഞില്ലേ, മര്യാദ അല്ലാത്ത രീതിയിൽ പെരുമാറുമ്പോ എന്താണ്, ചിലപ്പോ ആ രോഗികൾക്ക് അവിടെ പോവാനായിട്ട് അല്ലെങ്കിൽ ഡോക്ടറെ കണ്ടില്ലായിരുന്നു എന്ന് തോന്നിപ്പോകും. അങ്ങനെയുള്ള അവസ്ഥയാണ് സെക്കൻഡ് പോയിന്റിലൂടെ പറയുന്നത്. പേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗതിവേഗം, ധൃതിയിൽ എന്നൊക്കെ പറയില്ലേ നമ്മള്, അതാണ് ഇപ്പൊ മീനിങ്. ക്ലിയർ ആയോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? 11ാമത്തെ, അതാണ് മിസ് പറഞ്ഞത്. ഇപ്പൊ എന്താണ്, കൊളസ്ട്രോൾ കൂടിയിട്ട് കൊളസ്ട്രോൾ ചെക്ക് ചെയ്തപ്പോ കൂടുതലാണ്. അങ്ങനെ ഡോക്ടറെ കണ്ടപ്പോ ഡോക്ടർ പറഞ്ഞു മെഡിസിൻ കഴിക്കണം. അങ്ങനെ എന്ത് ചെയ്തു, ഒരു മാസത്തേക്ക് മെഡിസിൻ കൊടുത്തു. അതിനുശേഷം കൊളസ്ട്രോൾ ഒന്നുകൂടി ചെക്ക് ചെയ്തപ്പോ അത് നോർമൽ ആയിരുന്നു.
പിന്നീടും ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറയണേണ് ഇത് മരുന്ന് കഴിച്ചുകൊണ്ടേ ഇരിക്കണം. നോർമൽ ആയിട്ടുണ്ടെങ്കിൽ മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക്. അതെന്തിനു വേണ്ടിയിട്ടാണ് ഡോക്ടർ അങ്ങനെ പറയുന്നത്? ചില ഡോക്ടേഴ്സ് അങ്ങനെ ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? ഡോക്ടറുടെ ഹോസ്പിറ്റലിൽ നിന്ന് ആ മരുന്ന് പോവുകയും ചെയ്യും, കമ്മീഷൻ ഡോക്ടർക്ക് കിട്ടുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടുള്ള ട്രിക്കുകളാണ് അവരുടെ. മനസ്സിലായില്ലേ ഇത്? ഇനി എന്താണ് 12ാമത്തെ മനസ്സിലായില്ലേ? റോങ് മെഡിസിൻ. ഫാർമസിന്ന് എന്തെങ്കിലും റോങ് മെഡിസിൻ ആണ് രോഗികൾക്ക് കൊടുക്കുന്നതെങ്കിൽ അവരുടെ മെഡിസിൻ ആയിരിക്കില്ല. ചിലപ്പോ വായിച്ചപ്പോ തെറ്റിപ്പോയിട്ടുണ്ടാവും. അപ്പൊ വേറെ മെഡിസിൻ എടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ്? അതും ഒരു പ്രോബ്ലം ആണ് അല്ലെ? വേറെ രോഗികളുടെ മരുന്നൊക്കെ എടുത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആവശ്യമില്ലാത്ത മരുന്നൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്തിന് ബുദ്ധിമുട്ടല്ലേ? ചിലപ്പോ മരിച്ചെന്ന് അറിയാൻ വരാം. ഓക്കെ, അങ്ങനെയുള്ള പ്രോബ്ലംസ്. ക്ലിയർ അല്ലേ? ഇനി എടുക്കാം, അടുത്തത് എടുക്കാം. മെത്തേഡ്സ് ടു സോൾവ്. നമ്മൾ എന്തൊക്കെ കണ്ടു? ജനറൽ പ്രോബ്ലംസും കണ്ടു, സ്പെസിഫിക് പ്രോബ്ലംസും കണ്ടു. ഇനി എന്താണ്? ഇനി നമ്മൾ ഈ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എന്താണ് ഫസ്റ്റ് പോയിന്റ്? ആഡിക്വേറ്റ് ഡയറക്ഷണൽ സൈൻ. എന്താണ് ഡയറക്ഷണൽ സൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? മോളെ 13ാമത്തെ പോയിന്റ് വായിച്ചിട്ട് മനസ്സിലായില്ലേ? അൺക്ലീൻഡ് ടോയ്ലറ്റ്, ക്ലീൻ അല്ലാത്ത ടോയ്ലറ്റുകൾ ഉണ്ടെങ്കിൽ എന്താണ്? രോഗികൾക്ക് അവിടെ പോകാനായിട്ട് തോന്നോ? ഇല്ല, അതൊരു പ്രോബ്ലംസ് ആണ്. മൂന്നാമത്തെ പോയിന്റോ? അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഇല്ലെങ്കിൽ, ഇപ്പോ ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ എന്താണ്? പ്രോപ്പർ ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഒന്നുമില്ല. അവിടെ വിളിച്ച് പറയൽ സിസ്റ്റം ഉണ്ടോ ഗവൺമെന്റ് ഹോസ്പിറ്റലില്? ഇല്ല. അപ്പൊ എന്താണ്? രോഗികള് ആശുപത്രി തുറക്കുന്നതിന് മുമ്പ് ചിലപ്പോ രോഗികൾ ക്യൂ ആയിരിക്കും. എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? ടോക്കൺ എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെ? ഭയങ്കര തിരക്ക് അനുഭവപ്പെടും. അതൊരു സ്പെസിഫിക് പ്രോബ്ലം ആണ്. ക്ലിയർ ആയോ? നെക്സ്റ്റ് പോർഷൻ എടുത്തോട്ടെ മിസ്. എടുത്തോട്ടെ, ഡൗട്ട് ഒന്നും ഇല്ലല്ലോ ഇനി? ഓക്കെ ആണോ? ഓക്കെ. അപ്പോ ഈ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് നെക്സ്റ്റ് പോർഷനിലൂടെ പഠിക്കുന്നത്. ആഡിക്വേറ്റ് ഡയറക്ഷണൽ സൈൻ അതെന്തായിരിക്കാം? സൈൻ കാര്യങ്ങളില്ല അല്ല. നമ്മളെന്താണ് ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി സൈൻ ബോർഡ്. വെരി ഗുഡ് ശ്രീലക്ഷ്മി. എന്താണ്? ഓരോ ഭാഗത്തും സൈൻ ബോർഡ് വെക്കുക. ഇത് അകത്തേക്ക് കയറാനുള്ള വഴി, ഇത് പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴി, ഇതെന്താണ്? എക്സ്റേ റൂംസ് അല്ലെ? അങ്ങനെയുള്ള സൈൻ ബോർഡുകൾ എന്ത് ചെയ്യണം? രോഗികൾക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഭാഗത്തും വെക്കണം എന്നാണ് ഫസ്റ്റ് പോയിന്റിലൂടെ പറയുന്നത്. എന്താണ്? നല്ല രീതിയിലുള്ള സൈൻ ബോർഡ് അല്ലെ, അല്ലെങ്കിൽ ഡയറക്ഷണൽ സൈൻ അല്ലെങ്കിൽ സൈൻ ബോർഡുകള് ഓരോ ഭാഗത്തും വെക്കണം. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ. പിന്നെന്താണ്? കമ്പ്യൂട്ടറൈസ്ഡ് രജിസ്ട്രേഷൻസ് ആൻഡ് ഇലക്ട്രോണിക് റെക്കോർഡ് കീപ്പിംഗ് ഫോർ ക്വിക്ക് റിട്രീവൽ. എന്താണ്? നല്ല രീതിയിലുള്ള എന്ത് വേണം? രോഗികളെ പെട്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ ഈ ഒപിയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒപിയിലെ പ്രത്യേകത എന്താണ്? രോഗികളെ പെട്ടെന്ന് ഇങ്ങനെ എന്താണ് ചെയ്യേണ്ടത്? രോഗികളെ വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പാടില്ല. ഓക്കെ അല്ലെ? അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? അപ്പൊ രജിസ്ട്രേഷനും കാര്യങ്ങളായാലും ഇലക്ട്രോണിക് റെക്കോർഡ്സുകൾ, അവരുടെ ഇലക്ട്രോണിക് റെക്കോർഡ്സ് എടുക്കുന്ന ഇതിലായാലും എന്താണ്? വേഗം തന്നെ പെട്ടെന്ന് ക്വിക്കായിട്ട് എടുത്തുകൊള്ളണം. അവരധികം വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പാടില്ല. ക്ലിയർ ആയോ? സെക്കൻഡ് പോയിന്റ്. അവരുടെ രജിസ്ട്രേഷൻ, കമ്പ്യൂട്ടർ രജിസ്ട്രേഷനും അതുപോലെ തന്നെ ഇലക്ട്രോണിക് റെക്കോർഡ്സ് ഒക്കെ എടുക്കുന്നത് എന്താണ്? വളരെ പെട്ടെന്ന് അല്ലെ, ക്വിക്ക് ആയിട്ടുള്ള രീതിയിലായിരിക്കണം. ക്ലിയർ ആയോ? ക്ലിയർ ആയില്ലേ? തേർഡ് പോയിന്റ് നോക്കാം. മൾട്ടിപ്പിൾ ആൻഡ് മൾട്ടി പർപ്പസ് ഫീ കളക്ഷൻ സോൺ. അതെന്തായിരിക്കാം? ഫീ കളക്ട് ചെയ്യുന്നത് എന്തായിരിക്കണം? ഒന്നിലധികം സോണുകൾ അല്ലെ, ഒന്നിലധികം കൗണ്ടേഴ്സ് ഉണ്ടായിരിക്കണം. അപ്പൊ എന്താണ്? തിരക്ക് അനുഭവപ്പെടുന്നത് കുറയ്ക്കാനായിട്ട് പറ്റും. ക്ലിയർ അല്ലേ? മൾട്ടിപ്പിൾ ആൻഡ് മൾട്ടി പർപ്പസ് ഫീ കളക്ഷൻ സോൺ. ക്ലിയർ ആണോ? ഇനി എന്താണ്? ഫോർത്ത് പോയിന്റ്,
adequate number of doctors as per the patient volumes. എന്താണ് പറയുന്നത്? മതിയായ രീതിയിലുള്ള ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കണം അല്ലെ? ഇനി എന്താണ്? ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം. അത് മനസ്സിലായില്ലേ? ടോക്കൺ ഡിസ്പ്ലേ ചെയ്യുന്ന ആ സിസ്റ്റം ഉണ്ടായിരിക്കണം. അപ്പൊ എന്താണ്? തിരക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. മൾട്ടിപ്പിൾ ബ്ലഡ് കളക്ഷൻ, ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസ്, സ്റ്റാഫിംഗ് ടീംസ് ബേസ്ഡ് ഓൺ നീഡ്സ്. എന്താണ് പറയുന്നത്? ബ്ലഡ് കളക്ട് ചെയ്യുന്ന ഇതായാലും അതുപോലെ തന്നെ ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസും അതുപോലെ എന്താണ് സ്റ്റാഫുകളൊക്കെ എങ്ങനെ ഉണ്ടാവണം? കുറെ അല്ലെ, ഒരാള് വെച്ച് പാടില്ല അല്ലെ. ഒരാളിപ്പോ ഫാർമസിയിലൊക്കെ ഒരാൾ നിന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? വളരെ തിരക്ക് അനുഭവപ്പെടുന്നു നമ്മൾ പഠിച്ചു. അപ്പൊ എന്താണ് പറയുന്നത്? ബ്ലഡ് കളക്ട് ചെയ്യാനായിട്ട് കുറെ അധികം സ്റ്റാഫുകൾ ഉണ്ടായിരിക്കണം. ഡയഗ്നോസ്റ്റിക് ഏരിയയിൽ രോഗം നിർണ്ണയിക്കുന്നതിൽ എന്തുണ്ടാവണം? നല്ല രീതിയിലുള്ള സ്റ്റാഫുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. എന്നാൽ എന്താണ്? തിരക്ക് കുറയ്ക്കാനായിട്ട് നമുക്ക് പറ്റും. ക്ലിയർ അല്ലേ? തേർഡ് പോയിന്റ് മനസ്സിലായില്ലേ? ഫീ കളക്ഷൻ സോൺ. എന്താണ്? ക്യാഷ് കളക്ട് ചെയ്യുന്ന ആ കൗണ്ടർ അല്ലെങ്കിൽ ആ ക്യാഷ് കളക്ട് ചെയ്യുന്ന സോണ് കുറെ അധികം ഉണ്ടായിരിക്കണം. ഇപ്പോ ഒരു കൗണ്ടറൊക്കെ ആണെങ്കിൽ എങ്ങനെയായിരിക്കും? കുറെ ആൾക്കാർ ഇങ്ങനെ തിങ്ങിയിരിക്കില്ലേ? അത് പറ്റുമോ? അപ്പൊ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടും. പോലെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. രോഗികൾക്കായാലും ക്യാഷ് കളക്ട് ചെയ്യുന്ന ആൾക്കാർക്കായാലും എന്താണ്? വളരെ ബുദ്ധിമുട്ടായിരിക്കും അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് ഫീ കളക്ട് ചെയ്യുന്ന കൗണ്ടേഴ്സിലെ അത് മൾട്ടിപ്പിൾ ഉണ്ടായിരിക്കണം. ഒന്നിലധികം ആ കൗണ്ടേഴ്സ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ്? തിരക്ക് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. ക്ലിയർ അല്ലേ? ഇനി എന്താണ്? ആഡക്വേറ്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ്. അത് മനസ്സിലായില്ലേ? മതിയായ രീതിയിൽ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കണം, സർവീസ് ചെയ്യാനായിട്ട് ഉണ്ടായിരിക്കണം. ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം അത് അവിടെ ഉണ്ടായിരിക്കണം. ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം കണ്ടിട്ടില്ലേ? നിങ്ങള് കണ്ടിട്ടില്ലേ? ഓക്കെ. ഇനി എന്താണ്? പിന്നെ നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത് എന്താണ്? ബ്ലഡ് കളക്ട് ചെയ്യാനായിട്ട് കുറെ അധികം സ്റ്റാഫുകൾ ഉണ്ടായിരിക്കണം. ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസ് അത് റേഡിയോളജി അങ്ങനെയുള്ള ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിൽ എന്താണ്? കുറെ അധികം സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ രോഗികളുടെ തിരക്ക് കുറയ്ക്കാനായിട്ട് നമുക്ക് പറ്റും എന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? 6th പോയിന്റ് ക്ലിയർ അല്ലേ? ഇനി എന്താണ്? 7th പോയിന്റ് എന്താണ്? നെക്സ്റ്റ് പോയിന്റ് adequate seating capacity, entertainment with TV, magazine or health education measures through leaflets, posters, magazines. എന്താണ് പറയുന്നത്? എന്തായിരിക്കാം? നമ്മള് ഡോക്ടറെ കാണാനായിട്ട് ഒരു വെയിറ്റിംഗ് റൂമിൽ ഇരിക്കും അല്ലെ? വെയിറ്റിംഗ് റൂമിൽ ഇരിക്കുമ്പോൾ കുറെ അധികം രോഗികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു മുഷിച്ചിലായിരിക്കും. ഇരുന്ന് നമുക്ക് ഒരു ബോറടിക്കും. അപ്പൊ എന്താണ്? വല്ല മാഗസീനോ അല്ലെങ്കിൽ TV ഒക്കെ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ്? അത്രയും എന്റർടൈൻമെന്റ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ? TV ഒക്കെ കണ്ടിരുന്ന നമുക്ക് സമയം പോണതറിയില്ല. അങ്ങനെ ഒന്നും ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ നമുക്ക് വളരെ മുഷിച്ചിലായിരിക്കും എന്നാണ് പറയുന്നത്. സീറ്റിംഗ് കപ്പാസിറ്റി. ഓക്കെ, മനസ്സിലായോ? അത് ക്ലിയർ അല്ലേ? ഇനി സ്ക്രീനിങ് ഓഫ് OP ബൈ ജൂനിയർ ഡോക്ടേഴ്സ്. അതെന്താ പറയുന്നത്? സ്ക്രീനിങ് ഓഫ് OP ബൈ ജൂനിയർ ഡോക്ടേഴ്സ്. ഇപ്പോ എന്താണ്? ഒരു മെഡിക്കൽ കോളേജിലൊക്കെ ആണെങ്കിൽ എന്താണ്? ഫസ്റ്റ് നമ്മൾ പോയി കാണുന്നത് ആരെയായിരിക്കും? ജൂനിയർ ഡോക്ടേഴ്സ് ആയിരിക്കും. ജൂനിയർ ഡോക്ടേഴ്സിനെ ആയിരിക്കും നമ്മള് മെഡിക്കൽ കോളേജിലൊക്കെ പോയിട്ട് ജൂനിയർ ഡോക്ടേഴ്സിനെ ആയിരിക്കും ഫസ്റ്റ് വിസിറ്റ് ചെയ്യുന്നത് അല്ലെ? ഫസ്റ്റ് വിസിറ്റ് ചെയ്യുന്നത് അവരെയായിരിക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? അവര് റെഫർ ചെയ്യുന്ന ഡോക്ടേഴ്സിനെ ആയിരിക്കും നമ്മള് കാണുന്നത്. ഇപ്പൊ ഒരു തണ്ടൽ വേദനയായിട്ട് വരികയാണെങ്കിൽ എന്താണ്? ഇപ്പോ നമ്മള് ഫസ്റ്റ് തന്നെ ജൂനിയർ ഡോക്ടറെ പോയി കാണും. അപ്പൊ ജൂനിയർ ഡോക്ടർ പറയും എന്താണ്? ന്യൂറോളജിസ്റ്റോ അല്ലെങ്കിൽ ന്യൂറോ സർജനെ പോയി കാണേണ്ടി വരും എന്ന് പറയുമ്പോൾ നമ്മള് ആ മേഖലയിലേക്ക് അല്ലെങ്കിൽ ആ സ്പെഷ്യലിസ്റ്റ് ചെയ്യുന്ന ഡോക്ടറിലേക്ക് നമ്മള് പോയി കാണും. ക്ലിയർ അല്ലേ? അതാണ് പറയുന്നത് സ്ക്രീനിങ് ഓഫ് OP ബൈ ജൂനിയർ ഡോക്ടേഴ്സ്. മെഡിക്കൽ കോളേജിൽ ഫോർ എക്സാമ്പിൾ ആയിട്ട് മിസ് പറഞ്ഞതാണ്. എന്താണ്? മെഡിക്കൽ കോളേജിലൊക്കെ നമ്മൾ ആദ്യമായിട്ട് പോകണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ കൺസൾട്ട് ചെയ്യുന്നത് ജൂനിയർ ഡോക്ടേഴ്സിനെ ആയിരിക്കും. അവര് റെഫർ ചെയ്യുന്ന ഡോക്ടേഴ്സിനെ ആയിരിക്കും പിന്നീട് നമ്മള്
പോയി കാണുന്നത്. ഇപ്പൊ നട്ടലിനൊക്കെ എന്താണ് വേദന അല്ലെങ്കിൽ തണ്ടൽ വേദനയൊക്കെ ആയിട്ട് വരുന്ന ഡോക്ടേഴ്സ്, തണ്ടൽ വേദനയൊക്കെ ആയിട്ട് വരുന്ന പേഷ്യന്റ് ആണെങ്കിൽ എന്താണ് ഈ ജൂനിയർ ഡോക്ടറെ ആദ്യം കൺസൾട്ട് ചെയ്യും. ഈ ജൂനിയർ ഡോക്ടർ പറയുന്ന ഡോക്ടറെ അല്ലെങ്കിൽ അതിന്റെ സ്പെഷ്യലിസ്റ്റിനെ നമ്മൾ പോയി പിന്നീട് കാണും. അതാണ് ഫസ്റ്റ് എന്താണ് സ്ക്രീനിങ് ഓഫ് OP ബൈ ജൂനിയർ ഡോക്ടേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ. ഇനി എന്താണ് ക്യൂയിങ് തിയറി ഈസ് എ സയന്റിഫിക് ആൻഡ് മാത്തമാറ്റിക്കൽ വേ ഓഫ് സോൾവിംഗ് പ്രോബ്ലം ഓഫ് ഓവർ ക്രൗഡിങ്. എന്താണ് പറയുന്നത്? മനസ്സിലായില്ലേ? അത് വായിച്ചപ്പോ മനസ്സിലായല്ലോ. എന്തായിരിക്കാം? എന്തായിരിക്കാം? ക്യൂയിങ് സിസ്റ്റം വേണം അല്ലെ? പ്രോപ്പർ ആയിട്ടുള്ള ക്യൂയിങ് സിസ്റ്റം ഉണ്ടെങ്കിൽ എന്താണ് അധികം തിരക്ക് നമുക്ക് അനുഭവപ്പെടില്ല അല്ലെ? പ്രോപ്പർ ആയിട്ട് ക്യൂ ചെയ്ത് കറക്റ്റ് രീതിയിൽ പേഷ്യൻസിനെ ക്യൂ ആയിട്ട് നിർത്തിയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരാൾ കഴിഞ്ഞ് ഒരാള് അങ്ങനെയുള്ള രീതിയിൽ നിർത്തണമെങ്കിൽ നമുക്ക് തിരക്കില്ലാതെ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് പോവാനായിട്ട് സാധിക്കും. ക്യൂയിങ് തിയറി ഇല്ലെങ്കിലുള്ള അവസ്ഥ മിസ് പറഞ്ഞില്ലേ നേരത്തെ? പ്രോബ്ലംസിൽ നമ്മൾ കണ്ടല്ലോ, ഭയങ്കര തിരക്ക് അനുഭവപ്പെടും അല്ലെ? പിന്നെ ചിലപ്പോ എന്താണ് ഓവർടേക്ക് ചെയ്ത് ഒരാളെ കയറാൻ ചിലപ്പോ എന്താണ് ഞാൻ ഫസ്റ്റ് വന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോ ചില ആൾക്കാർ തള്ളി കയറി പോവാറുണ്ട് ഡോക്ടറെ കാണാനായിട്ട്. അതൊക്കെ ഭയങ്കര പ്രോബ്ലം ആണ്. മറ്റുള്ള രോഗികൾക്കും അതൊരു മുഷിച്ചിലുണ്ടാക്കുന്ന അവസ്ഥയാണ്. അപ്പോ ക്യൂയിങ് തിയറി വേണമെന്നാണ് ഇതിലൂടെ പറയുന്നത്. ക്ലിയർ അല്ലേ? പിന്നെ നെക്സ്റ്റ് എന്താ പറയുന്നത്? അവോയ്ഡ് ക്യൂയിങ് ജമ്പിങ്, the act of going ahead of the other people waiting in line some things instead of waiting one's turn. എന്താണ്? അതും സെയിം തന്നെയാണ്. ക്യൂയിലൂടെ ചിലപ്പോ ക്യൂ പാലിച്ച് നമ്മൾ നിൽക്കണേയിരിക്കും. ചില സമയത്ത് ചില ആൾക്കാർ എന്ത് ചെയ്യും? ഓവർടേക്ക് ചെയ്ത് കയറും ഡോക്ടറെ കാണാനായിട്ട്. ചിലപ്പോ എന്ത് ചെയ്യും? ഇടയിൽ കയറും അല്ലെ? അങ്ങനെയുള്ള അവസ്ഥകളും നമ്മൾ കാണാറുണ്ട് അല്ലെ? ജമ്പ് ചെയ്ത് കയറണത്. അപ്പോ അതൊന്നും പാടില്ല. കറക്റ്റ് രീതിയിൽ ക്യൂ മുമ്പിൽ കയറണത്. അപ്പൊ കറക്റ്റ് രീതിയിൽ ക്യൂ പാലിച്ച് നിൽക്കണമെങ്കിൽ തിരക്കുണ്ടാവില്ല എന്നാണ് പറയുന്നത്. ജമ്പ് ഓവർടേക്ക് ചെയ്ത് ഡോക്ടറെ കാണാനൊന്നും അങ്ങനെ പാടില്ല. അപ്പൊ എന്താണ്? തിരക്ക് അനുഭവപ്പെടില്ല. കറക്റ്റ് രീതിയിൽ ക്യൂ പാലിച്ച് നിൽക്കണമെങ്കിൽ തിരക്ക് കൂടാതെ ഡോക്ടറെ കണ്ട് ആർക്കും ഒരു മുഷിച്ച് ചെയ്യാതെ നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് പോകാനായിട്ട് സാധിക്കും. ക്ലിയർ അല്ലേ? മെയിൻറ്റെയിൻ പഞ്ച്വാലിറ്റി. പഞ്ച്വാലിറ്റി അറിയാലോ? പഞ്ച്വാലിറ്റി കീപ്പ് ചെയ്യാം. പിന്നെ എന്താ? റിഡ്രസ് ഓഫ് ദി ഗ്രീവൻസസ്. എന്താണ് പറയുന്നത്? എന്താണ്? എന്തെങ്കിലും പരാതികളൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് പരിഹരിക്കണം. പേഷ്യൻസിന് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഇതില് ബാധ്യസ്ഥരാണ്. പ്രോപ്പർ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം നമ്മൾ പഠിച്ചതല്ല നേരത്തെ? പ്രോപ്പർ ആയിട്ട് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഉണ്ടെങ്കിൽ തിരക്കുകളൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. ക്ലിയർ അല്ലേ? ഒന്ന് വായിച്ചു നോക്കി. ഏത് പോയിന്റ്സ് ഒക്കെ പറയേണ്ടത്? 6th പോയിന്റ് നോക്കട്ടെ. ഇതാണോ? മൾട്ടിപ്പിൾ ബ്ലഡ് കളക്ഷൻ. എടാ ബ്ലഡ് കളക്ഷൻ ചെയ്യുന്ന ആ ലബോറട്ടറി സിസ്റ്റത്തിലൊക്കെ എന്താണ്, അല്ലെങ്കിൽ ലബോറട്ടറി ഡിപ്പാർട്ട്മെന്റ്സിലൊക്കെ എന്താണ്, കുറെ അധികം സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പേഷ്യൻസിനെ തിരക്കില്ലാതെ നമുക്ക് ബ്ലഡ് ഒക്കെ കളക്ട് ചെയ്തിട്ട് വേഗം പോകാനായിട്ട് പറ്റും. അങ്ങനെയുള്ള ഫെസിലിറ്റീസ് കുറെ അധികം സ്റ്റാഫുകൾ വേണമെന്നാണ് പറയുന്നത്. പിന്നെ എന്താണ്? ക്ലിയർ ആയോ 6th പോയിന്റ്? ഓക്കെ ആണോ? ഓക്കെ. ഇനി ഏതാണ്? 11th. മെയിൻറ്റെയിൻ പഞ്ച്വാലിറ്റി. പഞ്ച്വാലിറ്റി എന്താ? പഞ്ച്വാലിറ്റി മനസ്സിലായില്ലേ? പഞ്ച്വാലിറ്റി എന്താ? കൃത്യമായിട്ടുള്ള രീതിയിൽ അല്ലെ? കൃത്യത പാലിക്കണം. ടൈമിങ്. സ്കൂളിലൊക്കെ പോകുമ്പോ എന്താണ് നമ്മൾ പറയാറ്?
പഞ്ച്വൽ ആയിട്ട് വരണം അല്ലെ, പഞ്ച്വൽ ആണ്, ആ കുട്ടി പഞ്ച്വൽ ആണ്, അല്ലെങ്കിൽ ആ ടീച്ചർ പഞ്ച്വൽ ആണെന്ന് പറയില്ലേ, കറക്റ്റ് ടൈമിൽ കൃത്യസമയം അല്ലെ, കൃത്യസമയം പാലിക്കണം. പിന്നെന്താണ് അവോയ്ഡ് ക്യൂയിങ് ജമ്പിങ്, ആ ഇത് മനസ്സിലായില്ലെന്നല്ലേ പറഞ്ഞത്. എന്താണ്, ചില ആൾക്കാര് ചില സമയത്ത് എന്ത് ചെയ്യും, ക്യൂവിൽ നിൽക്കണേയിരിക്കും, ചില സമയത്ത് വന്നിട്ട് എന്ത് ചെയ്യും, ഞാൻ ആദ്യം വന്നിട്ട് ഓവർടേക്ക് ചെയ്ത് ഡോക്ടറെ കാണും അല്ലെ, ഡോക്ടറെ കാണുന്നത് ഓവർടേക്ക് ചെയ്തായിരിക്കും. അപ്പൊ എന്താണ്, ബാക്കിയുള്ളവർക്ക് മുഷിച്ചില്ലായിരിക്കും, ഞങ്ങളും ക്യൂ നിൽക്കണേലെന്ന് പറയും അല്ലെ, ഞങ്ങളാണ് ആദ്യം വന്നതെന്ന് പറഞ്ഞിട്ട് ചിലവര് തള്ളിക്കേറി ഡോക്ടറെ കാണുന്ന അവസ്ഥ. അപ്പൊ എന്താണ്, ബാക്കിയുള്ളവർക്ക് അതൊരു പ്രോബ്ലമാണ്. അപ്പൊ അതൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ക്യൂ പാലിച്ച് കറക്റ്റ് രീതിയിൽ പ്രോപ്പർ ആയിട്ട് പോകണമെന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? 10ാമത്തെ പോയിന്റ് മെയിൻറ്റെയിൻ പഞ്ച്വാലിറ്റി മനസ്സിലായില്ലേ? 12ാമത്തെ എന്താണ്, റിഡ്രസൽ ഓഫ് ഗ്രീവൻസസ്. എന്താണ് പറയുന്നത്, എന്തെങ്കിലും പരാതികള് പേഷ്യൻസിന് ഉണ്ടെങ്കിൽ അല്ലെ, ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഒ പി ഡിപ്പാർട്ട്മെന്റിൽ എന്തെങ്കിലും എന്തെങ്കിലും ഇതിനെ കുറിച്ചിട്ട്, എന്തെങ്കിലും സർവീസുകൾ നടത്തുന്നതിനെ കുറിച്ചിട്ടോ എന്തെങ്കിലും അവർക്ക് പേഷ്യൻസിന് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അതൊക്കെ അപ്പൊ തന്നെ പരിഹരിക്കാം. ക്ലിയർ അല്ലേ? 7th പോയിന്റോ? 7th പോയിന്റ് എന്താണ്, ആഡിക്വേറ്റ് ആയിട്ടുള്ള, ഇപ്പൊ എന്താണ്, നമ്മള് ഡോക്ടറെ കാണാനായിട്ട് ടോക്കൺ എടുത്തു, വെയിറ്റ് ചെയ്തു, അതിനുശേഷം കുറെ നേരം വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ഒരു മുഷിച്ചിലായിരിക്കും. അതിന് പകരമായിട്ട് അവിടെ മാഗസീനോ പേപ്പറോ അല്ലെങ്കിൽ എന്താണ് TV ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു നമുക്ക് മുഷിച്ചില് കുറയ്ക്കാനായിട്ട് പറ്റും. അത് നോക്കി ഇരുന്നിട്ട് കുറെ സമയം നമുക്ക് ചെലവഴിക്കാൻ പറ്റും. അതാണ് അതിൽ പറയുന്നത്. ക്ലിയർ അല്ലേ? 13th പോയിന്റ്, ലാസ്റ്റ് പോയിന്റോ, പ്രോപ്പർ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം നമ്മൾ പഠിച്ചതല്ലേ. അപ്പോയിന്റ്മെന്റ് എടുക്കുന്നത്, അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഉണ്ടെങ്കിൽ എന്താണ്, ഇപ്പോ അപ്പോയിന്റ്മെന്റ് എടുത്ത ബുക്കിംഗ് ചെയ്ത ആളെ ആദ്യം വിളിച്ചിട്ട്, അല്ലെങ്കിൽ ബുക്കിംഗ് ചെയ്ത ആള് ആ ടൈമിൽ വരുന്നുണ്ടെങ്കിൽ ആദ്യം വിളിച്ച് കയറ്റണം. ഇതെന്താണ്, നമ്മള് പ്രോബ്ലംസിൽ പഠിച്ച എന്താണ്, അപ്പോയിന്റ്മെന്റ് എടുത്ത ആള് വരും, ഫയൽ അപ്പോൾ എടുക്കുള്ളൂ. പിന്നെ എന്താണ്, അപ്പോയിന്റ്മെന്റ് എടുക്കാത്ത ആളുണ്ടെങ്കിൽ ഇയാള് കയറിയിട്ട് അപ്പോയിന്റ്മെന്റ് ബുക്കിംഗ് ചെയ്ത ആള് കയറിയാൽ മതി എന്ന് പറയുമല്ലേ ചില സമയങ്ങളില്. ഇയാളെല്ലാം ആദ്യം വന്നത് ഇയാൾ കയറിക്കോട്ടെ എന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള രീതികളൊക്കെ മാറ്റിയിട്ട് അപ്പോയിന്റ്മെന്റ് എടുത്ത ആളെ കൺസിഡർ ചെയ്യണമെന്ന്, അല്ലെങ്കിൽ അയാൾക്ക് ഒരു പ്രയോറിറ്റി കൊടുക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ്, കുറെ അധികം പ്രോബ്ലംസ് ഒക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും. ക്ലിയർ അല്ലേ? 4th പോയിന്റ് എന്താണ്, എനിക്ക് ദൈവമേ, ആഡിക്വേറ്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ്. എന്തായിരിക്കും 4th പോയിന്റ്? ബിജീന ഒന്ന് തന്നെ പറഞ്ഞേ, ആഡിക്വേറ്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ്. സംശയം ചോദിച്ച ആളുകളെ ഞാൻ പറയിപ്പിക്കാം. ബിജീന എവിടെ? ബിജീന മാത്യു. ഫോർത്ത് പോയിന്റ്, ആഡിക്വേറ്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, രോഗികളുടെ എണ്ണത്തിനനുസരിച്ച് അതിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള നമ്പർ ഓഫ് ഡോക്ടേഴ്സ് ഉണ്ടാവുക എന്നുള്ളത്. ഓക്കെ അല്ലേ? ബിജീനക്ക് ഇപ്പൊ കിട്ടിയില്ലേ? 4ാമത്തെ പ്രാവശ്യം മിസ് പറഞ്ഞതാണ്, ഇപ്പൊ കേറിയുള്ള ബിജീന. ഓക്കെ, നീ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, ക്ലിയർ അല്ല മക്കളെ? ഇനി എന്താണ്, ഇതും കൂടി പറഞ്ഞിട്ട് മിസ് പോവാം. ക്ലിനിക്കൽ റെക്കോർഡ് കെപ്റ്റ് ഇൻ OPD. എന്തൊക്കെ റെക്കോർഡ്സ് ആണ് OPD-യില് കീപ്പ് ചെയ്യുന്നത്? ഏതാണ്? OPD രജിസ്ട്രേഷൻ ഫോം അല്ലെ, രോഗികളെ പേര് കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യുന്ന ഫോം ഉണ്ടായിരിക്കും, അഡ്മിഷൻ ഫോം ഉണ്ടായിരിക്കും, മെഡിക്കേഷൻ ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കാം, മെഡിക്കേഷൻ റെക്കോർഡ് എന്തായിരിക്കാം, മെഡിക്കേഷൻ റെക്കോർഡ് ഐഡിയ ഉണ്ടോ? മെഡിസിനുമായിട്ട്, ഓക്കെ, വെരി ഗുഡ്, മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡിനെയാണ് മെഡിക്കേഷൻ റെക്കോർഡ് എന്ന് പറയുന്നത്. ട്രീറ്റ്മെന്റ് റെക്കോർഡ് അറിയാലോ. പിന്നെന്താണ്, ഇൻവെസ്റ്റിഗേഷൻ റെക്കോർഡ്, അതറിയാം, മറക്കില്ലാരും. ഓക്കെ അല്ലേ? പിന്നെന്താണ്, കൺസെന്റ് ഫോംസ് അല്ലെ, സമ്മതപത്രങ്ങള്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ക്ലിനിക്കൽ റെക്കോർഡ്സ്, OPD-യുടെ ക്ലിനിക്കൽ റെക്കോർഡ്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? രജിസ്ട്രേഷൻ ഫോം ഉണ്ടാവും, അഡ്മിഷൻ ഫോം ഉണ്ടാവും, മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡിനെയാണ്
മെഡിക്കേഷൻ റെക്കോർഡ് എന്ന് പറയുന്നത്. അതുപോലെ ട്രീറ്റ്മെന്റ് റെക്കോർഡ് ഉണ്ടാവും, ഇൻവെസ്റ്റിഗേഷൻ റെക്കോർഡ് ഉണ്ടാവും, സമ്മതപത്രം അല്ലെ, കൺസെന്റ് ഫോംസ് ഉണ്ടാവും. ഇനി എവറി ഹോസ്പിറ്റൽ മസ്റ്റ് മെയിൻറ്റെയിൻ ദ മെഡിക്കൽ റെക്കോർഡ്സ് റിലേറ്റിംഗ് ടു ഹിസ് ഓർ ഹെർ ഇൻഡോർ പേഷ്യൻസ് in a period of 3 years from the date of consentment of the treatment. എന്താണ് പറയുന്നത്? ഇപ്പോ എന്താണ്, കിടത്തി ചികിത്സിക്കുന്ന അല്ലെങ്കിൽ അഡ്മിറ്റ് ആയ പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡ് അല്ലെ, മെഡിക്കൽ റെക്കോർഡ് 3 years എങ്കിലും ആര് സൂക്ഷിക്കണമെന്നാണ് പറയുന്നത്? 3 years വരെ സൂക്ഷിക്കണം. ആര്? ഹോസ്പിറ്റലുകള് സൂക്ഷിച്ചിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഇതിനു വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോ ഈ രോഗി മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മരിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ചിലപ്പോ പോലീസിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയുടെ ഭാഗത്തുനിന്നോ വല്ല ഇൻവെസ്റ്റിഗേഷൻസ് അന്വേഷണങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ റിപ്പോർട്ട് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് 3 years എങ്കിലും ഇയാളുടെ റെക്കോർഡ് ഈ ഹോസ്പിറ്റല് സൂക്ഷിക്കണം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ മക്കളെ? എന്താണ്, ഇപ്പോ അഡ്മിറ്റ് ആയ ഒരു പേഷ്യന്റ് അതിന്റെ റെക്കോർഡ്, മെഡിക്കൽ റെക്കോർഡ്, അഡ്മിറ്റ് ആയ പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ് 3 years സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. ഹോസ്പിറ്റല് മെഡിക്കൽ റെക്കോർഡ്, അയാളുടെ മെഡിക്കൽ റെക്കോർഡ് 3 വർഷമെങ്കിലും അത് സൂക്ഷിച്ചിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഇയാള് മരിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ആക്സിഡന്റിലോ അങ്ങനെ എന്തെങ്കിലും മരിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയുടെ ഭാഗത്തുനിന്നോ വല്ല അന്വേഷണങ്ങൾ, ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റല് ഇയാളുടെ റെക്കോർഡ് കാണിച്ചു കൊടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് 3 വർഷമെങ്കിലും മിനിമം അത് സൂക്ഷിക്കണം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, ഇത്രയും വരെയും നാളെ വരുമ്പോ പഠിച്ചിട്ട് വന്നോ കേട്ടാ. ക്ലിയർ. ഇനി എന്തെങ്കിലും ഈ പോയിന്റ്സിൽ മെത്തേഡ് ടു സോൾവിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മിസ് പറഞ്ഞു തരാം, പേടിക്കണ്ട, പറഞ്ഞോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ മക്കളെ? 9th ഇതാണോ ക്യൂയിങ് തിയറി? ക്യൂയിങ് തിയറീസ് അതല്ലേ? അതെന്താണ് പറയുന്നത്? ക്യൂയിങ് തിയറി, ക്യൂ പാലിച്ച് വേണം ഡോക്ടറെ കാണാൻ എന്നാ പറയുന്നത്. ചിലവർ എന്ത് ചെയ്യും, ഓവർടേക്ക് ചെയ്ത് കയറും ഡോക്ടറെ കാണാനായിട്ട്. അങ്ങനെയൊന്നും പാടില്ല. പ്രോപ്പർ ആയിട്ട് ക്യൂ പാലിച്ചിട്ട് വേണം ഡോക്ടറെ കാണാൻ. അപ്പൊ എന്താണ്, തിരക്കുകൾ ഒഴിവാക്കാനായിട്ട് പറ്റും. ക്ലിയർ ആണോ? 9th പോയിന്റ്. ഓക്കെ, ഇനി സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ക്ലിയർ ആണ്? പഠിച്ചിട്ട് വരണോട്ടാ. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ടെസ്റ്റുകള്, ലാബ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ്, ബ്ലഡ് ടെസ്റ്റ്, MRI ഒക്കെ ഇല്ലേ? അതാണ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഫസ്റ്റ് പോയിന്റ് പറയണോ? എന്താണ്? ആഡ്വക്കേറ്റ് ഡയറക്ഷൻ അല്ലെ? എന്താണ്? ഓരോ സൈൻ ബോർഡുകൾ വേണമെന്നാണ് പറയുന്നത്. ഇത് പുറത്തേക്ക് പോകാനുള്ള വഴി, ഇത് അകത്തേക്ക് കയറാനുള്ള വഴി, എക്സിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റില്ലേ? ഓരോ സൈൻ ബോർഡുകള്. ഓരോ സൈൻ ബോർഡുകള് ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ വേണമെന്നാണ് പറയുന്നത്. അപ്പൊ രോഗികൾക്ക് അത് മനസ്സിലാവും, പുറത്തേക്ക് പോകാനുള്ള വഴിയാണ്. അതാ ഇന്ന ഡിപ്പാർട്ട്മെന്റ്, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ, ഇത് ഓർത്തോന്റെ ഡിപ്പാർട്ട്മെന്റ് ആണ്. അങ്ങനെയുള്ള സൈൻ ബോർഡ് വേണമെന്നാണ് പറയുന്നത്. ക്ലിയർ ആയ മോളെ? മനസ്സിലായി? ഓക്കെ ആണോ? ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? രണ്ടാമത്തതാ. രണ്ടാമത്തത് എന്താണ്? നമ്മൾ എന്താണ് പറഞ്ഞത്? OPD-യിൽ രോഗികൾ അധികം വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പാടില്ല. പെട്ടെന്ന് ക്വിക്കായിട്ടുള്ള രീതിയിൽ അവർക്ക് എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പൊ എന്താണ്, അവര് രജിസ്ട്രേഷന് വരുമ്പോ ആ കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്യുക. പിന്നെ എന്താണ്, ഇലക്ട്രോണിക് റെക്കോർഡ്സ് ഒക്കെ നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് ക്വിക്കായിട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. പിന്നെ എന്താണ് ആരാ ചോദിച്ചത്? പിന്നെ മാർട്ടിൻ 8th പോയിന്റ്. 12ാമത്തെ പോയിന്റ് എന്താണ്? റിഡ്രസൽ ഓഫ് ഗ്രീവൻസസ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പരാതികൾ പേഷ്യൻസിന് ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് പരിഹരിച്ചു കൊടുക്കുക. ഓക്കെ, മാർക്കിംഗ് 8ാമത്തെ പോയിന്റ് നോക്കട്ടെ. ഇതാണോ സ്ക്രീനിങ് ഓഫ് OPD ജൂനിയർ ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞത്? അതെന്താണ്? ഇപ്പോ എക്സാമ്പിൾ വെച്ച് പറയാം. നമ്മൾ ആദ്യം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലോട്ടാണ് പോണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് നമ്മൾ ആദ്യം കാണുന്നത്? ജൂനിയർ ഡോക്ടേഴ്സിനെ ആയിരിക്കും. അവര് പറയും, നിങ്ങൾ ഇനി
ഇന്ന സ്പെഷ്യലിസ്റ്റിനെ കാണണം. ഇപ്പൊ നട്ടെല്ലിന് വേദനയായിട്ട് വരുന്ന രോഗിയാണെങ്കിൽ മെഡിക്കൽ കോളേജിൽ ജൂനിയർ ഡോക്ടേഴ്സിനെ കാണും. എന്നിട്ട് അവരാണ് പറയുന്നത്, അവരാണ് റെഫർ ചെയ്യുന്നത് ഇന്ന സ്പെഷ്യലിസ്റ്റിനെ കാണണം. ന്യൂറോ സർജനെയാണ് നിങ്ങൾ കാണേണ്ടത്. അപ്പൊ എന്ത് ചെയ്യും? അവർ ആ ന്യൂറോ സർജനെ പോയി കണ്ട് ട്രീറ്റ്മെന്റ് നടത്തും. ക്ലിയർ ആയോ മാർട്ടിന്? ഓക്കെ. ഇനി ഡൗട്ട് ഉണ്ടോ മക്കളെ? ക്ലിയർ അല്ലേ? ഓക്കെ, താങ്ക് യു.